തുടക്കം മുതലേ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള നിലപാടാണ് മാനേജ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ അടിസ്ഥാന ശമ്പളം 40,000 രൂപ എന്നുള്ളത് നമ്മൾ സമരം കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പുതിയൊരു ഡ്രാഫ്റ്റ് നോട്ടീസ് ഇറങ്ങിയതിന് ശേഷം ആ അടിസ്ഥാന ശമ്പളം നമ്മൾ സർക്കാരിനോട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളത് നമ്മുടെ നേഴ്സുമാർക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നതാണ്. ഈ പറഞ്ഞ മിനിമം വേജസ് എന്ന് പറയുന്ന സംഭവം നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഈ കാലത്തേക്ക് ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ശമ്പള വർധന ഉണ്ടാവുക, ഇതാണ് നമ്മൾ എല്ലാ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. ഒരു ചർച്ച കിട്ടാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2-ാം തീയതിക്ക് തൊഴിൽ മന്ത്രി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നൊരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂബിലി അമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം ഞാൻ വിലയിരുത്തുന്നത് ശമ്പളം എന്നതിലുപരി ഈ 2 ആശുപത്രിയിലും തുടരുന്ന കോൺട്രാക്റ്റ് സംവിധാനം. ഇത് കേരളത്തിലെ മുഴുവൻ നഴ്സുമാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമസ്കാരം. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ ജൂബിലി ആശുപത്രിയിലും അമലയിലും UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ സമരം ചെയ്യുകയാണ്. ഇതിനിടയിൽ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്, പല വീഡിയോയും പുറത്തു വരുന്നുണ്ട്. അടിസ്ഥാന ശമ്പളം 40,000 വേണമെന്നൊരു കൂട്ടർ പറയുന്നു, 40,000 ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു മറ്റൊരു കൂട്ടരുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോകളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് ഷോബി ചേരുന്നുണ്ട്. ഷോബി, എന്താണ് ഈ ഒരു വീഡിയോകളുടെയൊക്കെ പിന്നിലെ യഥാർത്ഥ വാസ്തവം? തുടക്കം മുതലേ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള നിലപാടാണ് മാനേജ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പല വാർത്തകളും കാണുമ്പോൾ അറിയാം. അവർ പറയുന്ന 60,000 രൂപ കിട്ടുന്നവരുണ്ട്, പക്ഷേ നമ്മളിതിനകത്ത് ആരെയും കാണുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുക. അതിനുശേഷം നമുക്കറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള സെറ്റിൽമെൻറ്റുകളുണ്ട്, എല്ലാ ഹോസ്പിറ്റലുകളും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിലൊന്നും അടിസ്ഥാന ശമ്പളം ഉയർത്തുക എന്ന് പറയുന്ന മാനേജ്മെൻറ്റായിട്ട് ഇൻഡിവിജ്വൽ ചെയ്യേണ്ട കാര്യമല്ല, അത് സർക്കാർ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനോട് നമ്മളൊരു ശമ്പള വർധനവാണ് ആവശ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ എല്ലാത്തിനും വില വർധനവുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ, ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ശമ്പള പരിഷ്കരണം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ, ഇനിയും ഈ പറഞ്ഞ മിനിമം വേജസ് എന്ന് പറയുന്ന സംഭവം നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഈ കാലത്തേക്ക് ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ശമ്പള വർധന ഉണ്ടാവുക, ഇതാണ് നമ്മളെല്ലാ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിനെ മറ്റു രീതിക്ക് വളച്ചൊടിച്ചുകൊണ്ട് അമല ജൂബിലി മാനേജ്മെൻറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇതിനെ പ്രചരിപ്പിക്കുന്നതാണ്. ഈ 2 വീഡിയോയും 2 സമയത്തുണ്ടായിട്ടുള്ളതാണ്. അത് രണ്ടും എടുത്തു വെച്ചിട്ട് അവർ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. നേഴ്സുമാരുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഈ വീഡിയോ? ഇല്ല, നേഴ്സുമാരെ സംബന്ധിച്ച് നേഴ്സുമാർക്കെല്ലാം അവർ ഈ സമരത്തിൽ ഇരിക്കുന്നത് എന്തിനാണെന്നോ സമരത്തിന് പോയത് എന്തിനാണെന്നോ സമരം നടത്തിയത് എന്തിനാണെന്നോ ഒക്കെ വ്യക്തമായ ധാരണയുള്ള ഒരു വിഭാഗമാണ് നേഴ്സുമാർ. അവരുടെ ഇടയിൽ ഇതിനെപ്പറ്റി ഒരു തരത്തിലുള്ള മറ്റ് ചിന്തകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അജയ്, ഇപ്പം ഈ നേഴ്സുമാർ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ടോ എന്താ സംഭവം? ഇല്ല, നമ്മളെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ സമരത്തിലേക്ക് ഇറങ്ങിയത്. അതായത് കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ അടിസ്ഥാന ശമ്പളം 40,000 രൂപ എന്നുള്ളത് നമ്മൾ സമരം കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പുതിയൊരു ഡ്രാഫ്റ്റ് നോട്ടീസ് ഇറങ്ങിയതിന് ശേഷം ആ അടിസ്ഥാന ശമ്പളം നമ്മൾ സർക്കാരിനോട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളത് നമ്മുടെ നേഴ്സുമാർക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നതാണ്. പിന്നീട് വരുന്നത് ഒരു ഫെയർ വേജസ് അല്ലെങ്കിൽ ഒരു ഇൻട്രീം അലവൻസ് എന്നുള്ള രീതിയിൽ ഒരു വർധനവാണ്. കഴിഞ്ഞ 8 വർഷക്കാലത്തെ ശമ്പള വർധനവ് നടക്കാത്തതിന് നമുക്കൊരു വർധനവ് വരുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് മാത്രമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളതും അത് മാത്രമാണ് നമ്മൾ എവിടെയും പ്രചരിപ്പിച്ചിട്ടുള്ളതും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ട ആവശ്യമില്ല, നേഴ്സുമാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ല. ഇപ്പോൾ ഈ 2 ഹോസ്പിറ്റലിലാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേഴ്സുമാർ ഇത് അനിശ്ചിതമായിട്ട് നീണ്ടു പോകുന്നുണ്ട്, അവർക്കൊരു ആശങ്കയുണ്ട്. ആശങ്കയൊന്നുമില്ല. 40,000 രൂപ ശമ്പളം അതല്ലാച്ചെങ്കിൽ ഒരു ഇൻട്രീമാണ് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ബാക്കി എല്ലാ ഹോസ്പിറ്റലിലും തീരുമാനമാക്കിയില്ല. അതുവരെ ഈ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെയും തീരുമാനം. അതിൽ മാറ്റമൊന്നുമില്ലാതെ തന്നെയാണ് തുടരുന്നത്. നമുക്കൊരു ചർച്ച കിട്ടാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2-ാം തീയതിക്ക് തൊഴിൽ മന്ത്രി ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നൊരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെൻറ്റ് എന്താണ് പറയുന്നത്? മാനേജ്മെൻറ്റ് പറയുന്നത് നമ്മൾ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് സമരം ചെയ്യുന്നതെന്നുള്ള ഒരു നയമാണ് ആദ്യമേ അവർ പിന്തുടരുന്നത്. എന്നാൽ ജൂബിലി അമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം ഞാൻ വിലയിരുത്തുന്നത് ശമ്പളം എന്നതിലുപരി ഈ 2 ആശുപത്രിയിലും തുടരുന്ന കോൺട്രാക്റ്റ് സംവിധാനം. ഇത് കേരളത്തിലെ മുഴുവൻ നഴ്സുമാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് സംഘടന അതിന് വിട്ടുകൊടുത്താൽ ജൂബിലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പകുതിയോളം നഴ്സുമാർ കോൺട്രാക്റ്റ് സംവിധാനത്തിലാണ് അവരെടുത്തു വച്ചിരിക്കുന്നത്. കോൺട്രാക്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ കോൺട്രാക്റ്റ് സമ്പ്രദായത്തിൻ്റെ വ്യവസ്ഥിതിയിലല്ല ഇവരെല്ലാം കൊണ്ടുപോകുന്നത്. അതായത് 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം തുടങ്ങി കോൺട്രാക്റ്റ് സംവിധാനത്തിൻ്റെ വികൃതമായിട്ടുള്ള നടപടികളിലൂടെയാണ് ജൂബിലിയും അമലയും പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6 മാസം കഴിയുമ്പോൾ കോൺട്രാക്റ്റ് പുതുക്കി 6 മാസത്തേക്കുള്ള അവരുടെ ആനുകൂല്യങ്ങളെല്ലാം നൽകുന്നു. അവരെ വീണ്ടും 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ജോയിൻ ചെയ്യുന്നു.
1 വർഷമാകുമ്പോൾ അവർ ഈ കോൺട്രാക്ട് സംവിധാനം വീണ്ടും പുതുക്കുന്നു, അവരെ വീണ്ടും ജോയിൻ ചെയ്യിക്കുന്നു, അവർക്ക് പുതിയ ID കാർഡുകൾ നൽകുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായിട്ടുള്ള വസ്തുത 10 വർഷം ജൂബിലിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് 10 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളതാണ്. വേറെ കേരളത്തിൽ എവിടെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും? അതായത് കോൺട്രാക്ട് സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് 10 സർട്ടിഫിക്കറ്റ്. ഒരു വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളിലോ ജോലിക്ക് സമീപിക്കാൻ അവർക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കേണ്ടത് 10 സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവർ ഇതുകൊണ്ട് അട്ടിമറിക്കപ്പെടുന്നത് നമ്മൾ കൊടുക്കേണ്ട PF ഗ്രാറ്റുവിറ്റി നിയമങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് മൊത്തം തൊഴിൽ രംഗത്തെ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ 3 ഷിഫ്റ്റ് സമ്പ്രദായം. 3 ഷിഫ്റ്റ് സമ്പ്രദായം OT-യിൽ, ജൂബിലി മിഷനിലെ OT-യിൽ 3 ഷിഫ്റ്റ് സമ്പ്രദായം ഇല്ല. ഇപ്പോഴും അവിടെ ഈ 10 മണിക്കൂറും 15 മണിക്കൂറും ഡ്യൂട്ടി പ്രകാരമാണ് അവിടെ ഡ്യൂട്ടി എടുക്കുന്നത്. അതായത് അവർക്ക് ഓവർ ടൈം കൊടുക്കില്ല, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കില്ല. ഇത് ഇവിടുത്തെ നിയമമാണ്, ഇത് ജൂബിലി മിഷൻ്റെ നിയമമാണ്, ഇത് അമലയുടെ നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാ ആശുപത്രികളിലും ഗവൺമെൻറ് നിയമം വരെ ഇറക്കി 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കണം, 6-6-12 3 ഷിഫ്റ്റ് സമ്പ്രദായം നടക്കണം എന്നെല്ലാം ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട്, ലേബർ നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരിവിടെ മുന്നോട്ട് പോകുന്നുള്ളത് എന്നാണ് ഒരു യാഥാർത്ഥ്യം. ഇവരിവിടെ പറഞ്ഞു നടക്കുന്നത് 40,000 രൂപ UN അടിസ്ഥാന ശമ്പളമായിട്ട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ 1000 നഴ്സുമാർ വർക്ക് ചെയ്തിട്ടുണ്ട്, 1000 നഴ്സുമാർക്ക് ഞങ്ങൾ 60,000-65,000 രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന 60,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളെ ജൂബിലി മിഷനിലോ അമലയിലോ കാണിച്ചു തന്നാൽ അതിൻ്റെ അടുത്ത സെക്കൻഡിൽ UN സമരം നിർത്തിപ്പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ടല്ലേ, ആശങ്ക ഉണ്ടോ? അല്ല, ആശങ്കയൊന്നുമില്ല. നമുക്ക് നീതി ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു 48,000 50,000-ൽ താഴെയാണ് 20 വർഷം വരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പോലും 50 താഴെയുള്ളൂ നമ്മൾ സമരത്തിൽ ഇറങ്ങുമ്പോൾ ശമ്പളമുള്ളൂ. അവർ അവകാശപ്പെടുന്ന അല്ല പറയുന്നത് 60-ലും 65-നും മേളിൽ ശമ്പളം കൊടുക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ആരാന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫെയർ വേജാണ്. അത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള മറ്റു ഹോസ്പിറ്റലുകളൊക്കെ 8,000 രൂപ വർധനവ് കൊടുത്തു. ബെഡ് കാറ്റഗറി അനുസരിച്ച് 300 ബെഡാണ് ഇവിടെയുള്ള മറ്റു ഹോസ്പിറ്റലുകളൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ 800 ബെഡിന് മേൽ കാറ്റഗറി പെടുന്ന, ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചുള്ളതാണ് ഈ 800 ബെഡ് കാറ്റഗറി തിരിച്ചതൊക്കെ. അപ്പോൾ ആ കാറ്റഗറി പ്രകാരം ഇവർ അതിലും മേലേക്കുള്ളൊരു ഫെയർ വേജ് ഞങ്ങൾക്ക് തരേണ്ടതാണ്. 8,000 ആണ് ഇവിടെ മറ്റു ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പം അത് എന്തായാലും നമുക്ക് ലഭിക്കേണ്ടതാണെന്നുള്ള ഉറച്ച നിശ്ചയമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശോഭി, അപ്പോൾ ഈ നേഴ്സുമാർക്ക് എന്തുറപ്പാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത്? ഇപ്പം കുറേ മാസങ്ങളായിട്ട് അവർ സമരത്തിലാണ്. അല്ല, നഴ്സുമാർക്ക് കൊടുക്കുന്ന ഉറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായൊരു തൊഴിൽ സാഹചര്യം, മാന്യമായ ശമ്പളം. ഇതാണ് UN തുടക്കം മുതലേ ഈ മേഖലയിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 10-12 വർഷത്തെ മുമ്പത്തെ നഴ്സുമാരുടെ അവസ്ഥ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടുന്ന് ഇത്രയും മാറ്റം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ പറഞ്ഞതുപോലുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉറപ്പ്. തീർച്ചയായിട്ടും. എന്തായാലും തെറ്റിദ്ധാരണകൾ പരത്താൻ പലരും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ഇതൊന്നും കണ്ട് ആരും ആശങ്കപ്പെടേണ്ട എന്നാണ് ശോഭിയും ബാക്കി ഭാരവാഹികളും വ്യക്തമാക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.